രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയല്ല ലോകത്തുള്ള മുസ്ലിം സമൂഹം ചെയ്യുന്ന വലിയ നേതൃത്വം. ആ മഹാനായ മനുഷ്യൻ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ചിലപ്പോൾ നേരം കിട്ടുന്ന കുറച്ച് നേരം മെല്ലെ ഒന്ന് ഡൈനിങ് ടേബിളിൽ കഞ്ഞി കൊടുക്കാൻ കഴിഞ്ഞിരുന്നാൽ മതി. ചിലപ്പോൾ മക്കളോ പേരക്കുട്ടികളോ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അലിവാക്ക വേഗം വാതിൽ അലിവാക്ക് ചോദിക്കും, ഇവിടെ വർണ്ണവന്നെ ഉത്തരിക്കാൻ മനുഷ്യന്മാരാ പുറത്ത് കാത്തിക്കുന്നത്. ആൻസർ എന്നുള്ള ഒരു കുട്ടിയെ പോലെ ഈ വലിയ നേതാവ് കാണാം. അപ്പൊ എഴുന്നേറ്റ് ഇങ്ങനെ വരുന്ന പുഞ്ചിരിച്ച് അലിവാക്ക പറഞ്ഞാലും പുഞ്ചിരിക്കും, ഇനി അത് സാക്ഷാൽ ഈഹമെന്ന് പറഞ്ഞാലും പുഞ്ചിരിക്കും. എങ്ങനെയൊരു വ്യക്തിത്വം രൂപപ്പെട്ടത് എന്നതാണ് എന്റെ ചർച്ച. പലപ്പോഴും തങ്ങൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാനും തങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഞാനും തങ്ങളും എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നത് കണ്ടു. ഞാൻ പാണക്കാടാണ് പഠിച്ചത്. ഞാനും തങ്ങളും എന്ന് പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ തങ്ങൾ എന്ന വ്യക്തിത്വത്തെ, ആ വശ്യമായ മാസ്മരികതയെ ഏതു മാപിനെ വെച്ചാണ് അളക്കേണ്ടത് എന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഞാനിപ്പോൾ രാഷ്ട്രീയപരമായ കാര്യങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ യൂണിറ്റി ബോധം നൽകുന്നത്, ഏകത്വ ബോധം നൽകുന്നത് അജയ്യമായ നേതൃപാടവമുണ്ടായിരുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹർ. മൗലാന മുഹമ്മദ് അലി ജൗഹർ ശക്തമായി സമരാവേശത്തോടുകൂടി ഖിലാഫത്ത് സമരത്തെ പ്രക്ഷോഭകാരികളുടെ കയ്യിലെത്തിക്കുകയും ആവേശഭരിതമായ രാഷ്ട്രീയ രംഗപ്രവേശം ചെയ്യുകയും ചെയ്തപ്പോൾ അതുവരെ അകറ്റി നിർത്തപ്പെട്ടിരുന്ന മുസ്ലിം സംഘബോധത്തെ സ്വീകരിക്കാൻ സന്നദ്ധനാവുകയായിരുന്നു ഗാന്ധിജി. അവിടെ മുതലാണ് ചർച്ച. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അലൻ ഒക്ടോവിയൻ ഹ്യൂം AO ഹ്യൂം ഉണ്ടാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും എന്ന ലക്ഷ്യവുമായി ഗാന്ധിജി ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ട് ഇന്ത്യക്ക് നേതൃത്വം കൊടുത്ത് സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ ഖിലാഫത്തിന്റെ തകർച്ച, തുർക്കി ഖിലാഫത്തിന്റെ തകർച്ചയ്ക്കനന്തരം ബ്രിട്ടനോടുള്ള ശക്തമായ എതിരിനെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചിട്ട് മുസ്ലിം ഏകത്വ ബോധം സൃഷ്ടിക്കുകയായിരുന്നു, രാഷ്ട്രീയപരമായ സംഘബോധം സൃഷ്ടിക്കുകയായിരുന്നു മൗലാന മുഹമ്മദ് അലി ജൗഹർ. അതിന് കണ്ട നയമാണ് ഖിലാഫത്ത് സമരം അല്ലെങ്കിൽ പ്രക്ഷോഭം. ഈ ഖിലാഫത്ത് സമരം ശക്തമായി സജീവമായി രാഷ്ട്രീയപരമായ ഔന്നത്യത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ അക്കാലത്ത് എതിർത്ത് മാറി നിന്ന കോൺഗ്രസ് അവസാനം മുസ്ലിം സംഘശക്തിയെ അംഗീകരിക്കുകയാണ് മൗലാന മുഹമ്മദ് അലി ജൗഹറിലൂടെ. ജൗഹർ തീപ്പന്തമാണ്, വിപ്ലവകാരിയാണ്, ജ്വാല ഉതിർക്കുന്ന ശക്തനായ രാഷ്ട്രീയക്കാരനാണ്. തന്റെ പേന ആയുധമാണ്, നാവും ആയുധമാണ്. കോംറേഡ് ഹംദർദ് തുടങ്ങിയ പത്രങ്ങളിലൂടെ മൗലാന പലപ്പോഴും ശക്തമായി എഴുതിയിട്ടുണ്ട്. ലോകത്തിന്റെ 7 കോണിലും സഞ്ചരിച്ചിട്ട് ഇന്ത്യൻ മുസ്ലിമിന്റെ പതിതാവസ്ഥയെയും രാഷ്ട്രീയ അനിശ്ചിതത്വത്തെയും സമൂഹത്തിലെത്തിക്കുകയും തുർക്കി ഖിലാഫത്തിനായി ശക്തമായ പ്രക്ഷോഭം നയിക്കാൻ ലോക ജനതയെ, മുസ്ലിം ജനതയെ മുഴുവനും ആഹ്വാനം ചെയ്യുകയും ശക്തമായി സമരാഹ്വാനം ചെയ്തുകൊണ്ട് സജീവമാക്കുകയും ചെയ്യുകയാണ് മൗലാന. അന്ന് സൗദി അറേബ്യന്റെ പേര് ഹിജാസ് എന്നാണ്. അപ്പോൾ ഇബ്നു സഊദാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബ്നു സഊദിൽ തുർക്കി ഖിലാഫത്തിന് ശേഷം ലോകത്തിന് മുഴുവൻ കേന്ദ്രം ഉണ്ടാവുകയും ഒരു ഖലീഫയായി മുസ്ലിം സമൂഹത്തിന് ശക്തമായ രാഷ്ട്രീയ ബോധം ഉണ്ടാവുകയും ചെയ്യണമെന്ന് ചിന്തിച്ചിട്ട് ലോകത്തുള്ള മുസ്ലിം നായകന്മാരെ മുഴുവനും ഹിജാസിലേക്ക് വിളിച്ചു. അന്ന് അദ്ദേഹം രാജാവായി വാഴുകയായിരുന്നു. ഖിലാഫത്ത് എന്ന് പറയുന്നത് എനിക്ക് പരിചയമുണ്ട്. മൗലാന ആ യോഗത്തിൽ സംബന്ധിച്ചയാണ്. മൗലാന മുഹമ്മദ് അലി ജൗഹർ പറഞ്ഞു, ഖിലാഫത്ത് എന്ന് പറയുന്നത് എനിക്ക് പരിചയമുണ്ട്. 4 ഖലീഫമാർ, അബ്ബാസിയ, അമവിയ ഖലീഫമാരൊക്കെ എനിക്കറിയാവുന്നതാണ്. പക്ഷെ 4 ഖലീഫമാർക്ക് ശേഷം രാജഭരണമാണ് നാട്ടിലുണ്ടായത്. ഇബ്നു സഊദ്, നിങ്ങൾ രാജഭരണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് അരുതെന്ന് പറയാനാണ് ഞാൻ മെനക്കെടുക. എന്റെ ഖിലാഫത്ത് എന്ന് പറയുന്നത് ജനാധിപത്യത്തോട് കൂറുള്ളതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാജഭരണം സൗദി